ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ കൊണ്ടുവന്നിട്ടും സ്നേഹയ്ക്ക് വല്ലാത്ത പെയിൻ, ബ്ലീഡിങ്ങും ഉണ്ട്. അവൻ്റെ ഗെയിം സേതുവും ധനുഷും ഒക്കെ ഉണ്ട് പുറത്ത്. എടാ ധനുഷെ, എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും നിന്റെ ഭാര്യയുടെ അവസ്ഥ. നിന്റെ ഭാര്യയുടെ പ്രഗ്നൻസി ഇപ്പോൾ തീരുമെന്ന് അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നിന്റെ കൈകൊണ്ട് തന്നെ നീ നിന്റെ കുഞ്ഞിനെ കൊന്നു. ഈ സന്തോഷം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ ദുഃഖം അഭിനയിക്കും. നിങ്ങളുടെ കൂടെ നിന്ന് കരയുകയും ചെയ്യും. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ ഡോക്ടർ വന്ന് പറയും. ഈ സമയം ഡോക്ടർ വരുന്നുണ്ട്. ICUലേക്ക് കൊണ്ടുപോവുകയാണ് സ്നേഹയെ. അപ്പോൾ സംഗതി സീരിയസ് ആയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ഏത് ഡോക്ടർ വിചാരിച്ചാലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അവന്തിക വിചാരിക്കുന്നു. സ്നേഹയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല. സേതുവാണെങ്കിൽ ധനുഷിനെ സമാധാനിപ്പിക്കുകയാണ്. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ അവന്തിക വിചാരിക്കുന്നുണ്ട്. അവൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷെ ആ കുഞ്ഞ് അതിന് സംഭവിക്കും. കുഞ്ഞിന്റെ കാര്യം അമ്മായിയപ്പനും മരുമകനും മറക്കുന്നതാണ് നല്ലത്. ഇത്രയും ലേറ്റായിട്ട് എന്താ ഡോക്ടർ ഇറങ്ങി വരാത്തത്? പ്രഗ്നൻസി അബോട്ടായി പോകുമെന്ന് പറയാൻ ആ ഒരു വാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കുവാണ്. ഈ സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഡോക്ടർ സ്നേഹ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ഷീ ഈസ് ഓക്കെ എന്ന് ഡോക്ടർ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ICUലേക്ക് മാറ്റിയത്. സ്നേഹയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ പ്രഗ്നൻസി അത് അബോട്ടായിപ്പോയി എന്ന് ഡോക്ടർ പറയുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് ധനുഷ് ഇത് കേൾക്കുന്നത്. സേതുവും എന്നാൽ അവനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. ദിവസവും എത്രയോ കേസുകൾ ഇതുപോലെ സംഭവിക്കുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ടൈം കുഞ്ഞുങ്ങളുണ്ടാകും. ഇത് ലൈഫിന്റെ അവസാനമൊന്നുമല്ല. നിങ്ങൾ വേണം ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കാൻ എനിക്ക് ഡോക്ടർ ധനുഷിനോട് പറയുന്നു. ഡോക്ടർ, അവൾ ഒരുപാട് ആഗ്രഹിച്ച കുഞ്ഞാണിത് എന്ന് സേതു പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, എല്ലാവരും അങ്ങനെയാണ്. ചിലത് ഫെയിലായി പോകും. ഒരു എക്സാം എഴുതിയാൽ എല്ലാവരും ജയിക്കാറില്ലല്ലോ എന്ന് കരുതി എല്ലാവരും നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത്? നെവർ. നെക്സ്റ്റ് ടൈം ആ പരീക്ഷ എഴുതും, ജയിക്കാൻ ശ്രമിക്കും. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ഒരു വിക്കറ്റ് പോയി, അടുത്ത വിക്കറ്റ് അർച്ചനയുടേതാണ്. അതും ഞാൻ തെറിപ്പിക്കും എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ധനുഷ്. മോനെ സമാധാനിക്ക്, ആ കുഞ്ഞിനെ നമുക്ക് വിരിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സേതുമാധവൻ ധനുഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അർച്ചന ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചി അരികിലേക്ക് വരുന്നു. ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ ജാതകദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. പിന്നെ ആ തുലാഭാരത്തിൻ്റെ തട്ട് പൊട്ടിയതും ഏറ്റവും വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർക്ക്. എന്തു വന്നാലും ഞാനില്ലേ കൂടെ എന്ന് സച്ചി പറയുന്നു. നെല്ലിശ്ശേരിയിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് അർച്ചന പറയുമ്പോൾ താനൊന്ന് മതിയാക്കുന്നുണ്ടോ? ഇനി ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് സച്ചി. ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ദിവസം പോയി ഒന്നുകൂടി തുലാഭാരം നടത്താം എന്നൊക്കെ ഇങ്ങനെ മീരയും പറയുന്നു. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് അർച്ചനയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. ഇപ്പോഴാണ് അർച്ചന ആ വാർത്ത അറിയുന്നത്. നേരത്തെ തുലാഭാരത്തിൻ്റെ തട്ട് പൊട്ടിയതിൻ്റെ സങ്കടത്തിലായിരുന്നു ഇരുന്നത്. കരഞ്ഞുകൊണ്ടാണ് അനഘ വിളിക്കുന്നത്. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയി എന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. സ്നേഹ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. നടന്ന കാര്യങ്ങൾ മുഴുവനും അനഘ അർച്ചനയോട് പറയുന്നുണ്ട്. എഴുതി ഒന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം, സ്നേഹയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കുമെന്നും അനഘ പറയുന്നു. ആ വാർത്ത കേട്ടാകെ തകർന്നു പോവുകയാണ് അർച്ചന. ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അർച്ചന എന്താ പറ്റിയതെന്നൊക്കെ സച്ചിയും മീരയും എല്ലാം ചോദിക്കുന്നുണ്ട്. മാഷും കമലയും അവിടേക്ക് വന്നു. കുറച്ച് വെള്ളം മുഖത്ത് തളിക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയ്ക്ക് ബോധം വരുന്നത്. ബോധം വന്നത് വീണ്ടും കരയുകയാണ് അർച്ചന. എന്താ സംഭവിച്ചത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സംസാരിക്കായിരുന്നു. അപ്പോൾ അനഘയുടെ ഫോൺ വന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മയങ്ങി വീഴുമെന്നും മീര പറയുന്നു. സ്നേഹ അവൾ ഹോസ്പിറ്റലാണെന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു. അവളുടെ കുഞ്ഞു പോയിന്ന്. ഇത് കേട്ട് സച്ചിയും അങ്ങ് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. അവരെത്രമാത്രം മോഹിച്ചതാണ്. എന്തിനാണ് ദൈവങ്ങൾ അവളോട് ഈ ക്രൂരത കാണിച്ചത് എന്നൊക്കെ അർച്ചന പറയുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിന്റെ പേരിൽ നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കില്ല എന്നൊക്കെ മാഷി പറയുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് വയ്യ അവളെ കാണാൻ. അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത്? എല്ലാം എൻ്റെ ഭാഗ്യദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഞാൻ അവളോട് എന്ത് പറയാനാ? പോയത് പോട്ടെ, സാരമില്ലെന്നോ? അതോ ഒരിക്കലും അവൾക്കിത് വിധിച്ചിട്ടില്ലെന്നോ? എന്ത് പറഞ്ഞാൽ ഞാൻ ആ പാവത്തിനെ സമാധാനിപ്പിക്കുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നു. മുറിയിൽ സ്നേഹയും ധനുഷും അവന്തികയും ഉണ്ട്. സ്നേഹയാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്നു. അല്പം മാറി നിൽക്കുകയാണ് ധനുഷും. അവന്തികയാണെങ്കിൽ ഇതൊക്കെ കണ്ട് രസിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇനിയിപ്പോൾ എന്താ വിഷമിച്ചിട്ട് കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇത് അബോഷനായി പോയത് കൊണ്ട് ഇനിയും കുട്ടികൾ ഉണ്ടാകാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് അത്ര വലിയ ടെൻഷൻ ആകണ്ട. ഏട്ടത്തേക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും? ഒരിക്കൽ ഏട്ടത്തേക്കും എന്ത് സംഭവിച്ചതല്ലേ? അന്ന് ഏട്ടത്തേക്ക് എന്താ തോന്നിയത് എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അവന്തിക ധനുഷിനെ നോക്കുന്നുണ്ട്.
ആദ്യം കുറച്ച് വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. അത് വെറുതെ പോയതല്ലോ, മനഃപൂർവ്വം ഇല്ലാതാക്കിയതല്ലേ. ആരെന്ന് സ്നേഹം ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. എൻ്റെ അനുഭവം കൊണ്ടാണ് നിന്നോടിത് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് ലോകം അവസാനിക്കില്ല. ഈ സമയത്താണ് അർച്ചനയും സച്ചിയും അവിടെ എത്തിയത്. മോളെ, ഇതെങ്ങനെ മോളെ, നീ വിഷമിക്കേണ്ട. നിന്നെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? എനിക്ക് അർച്ചന ചോദിക്കുന്നു. അതാ ഞാനും പറഞ്ഞത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എനിക്ക് അവന്തിക പറയുന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? നീ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ എന്നെ അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, ധനുഷ് തന്ന ഒരു മാംഗോ ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ധനുഷ് ആയിരിക്കും ഇതിന് പിന്നിൽ. നല്ലവനായെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഒരു ജ്യൂസ് കുടിച്ചാൽ പ്രഗ്നൻസി പോകുമോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന വിചാരിക്കുന്നു. ആ മാമ്പഴം ഫ്രഷ് ആയിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു, ഫ്രഷ് മാമ്പഴമായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. പറഞ്ഞ് വിളിപ്പോൾ എൻ്റെ നേരെയെല്ലാം തിരിച്ചുകൊണ്ട് വരികയാണല്ലോ. പിടിക്കപ്പെട്ടാൽ ഞാൻ കുടുങ്ങും. ഇത് ഇവൾക്ക് നേരെ തിരിച്ചു വെച്ചേ പറ്റൂ എന്ന് അവന്തിക വിചാരിക്കുന്നു. ഇതിപ്പോൾ വേറൊന്നും കൊണ്ട് സംഭവിച്ചതല്ല. നിന്റെ വയറ്റിലൊരെണ്ണം ജനിച്ചിട്ടില്ലേ, അതിന്റെ ജാതകദോഷമാണെല്ലാം എന്നൊക്കെ അവന്തിക പറയുന്നു. അനാവശ്യം പറയരുതെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു, ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. എന്തായാലും അർച്ചന പ്രസവിക്കാൻ കുറച്ചുകൂടി ഉണ്ടല്ലോ സമയം ബാക്കി. ഇവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഉണ്ടായ സംഭവങ്ങളാണിതൊക്കെ. നീ ഇത് മറന്നുപോയോ? ആദ്യം നന്ദേട്ടനും ഞാനും തമ്മിൽ വഴക്കുണ്ടായി. പിന്നെ തുലാഭാരം തൂക്കിയപ്പോൾ തട്ട് പൊട്ടി വീണു. ഇതിപ്പോൾ സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞും പോയി. ഇനിയിപ്പോൾ അപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ എന്ന് ചോദിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ജാതകദോഷം കൊണ്ടല്ല ഇത് സംഭവിച്ചതെന്ന് അർച്ചന പറയുന്നു. പുച്ഛത്തോടെ നിൽക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.